നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ ഡിവിഷൻ ചാനൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അടിപൊളി ഒരു കാഴ്ചയിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്, ദിലീപ്. ദിലീപിന്റെ നേരത്തെ ഒരു വീഡിയോ വന്നിരുന്നു. ചടയമംഗലത്ത് മഞ്ഞപ്പാറ കൊളുവൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ദിലീപിന്റെ വീട്. നമ്മൾ ആ ജംഗ്ഷനിൽ ഒരു മഹാത്മാഗാന്ധി യുദ്ധധാമിൽ കൊത്തുന്ന ഒരു വാർത്ത അപ്രതീക്ഷിത കണ്ട ഒരു വൈറലായ ഒരു വാർത്തയാണ്. അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് ദിലീപ് എന്നോട് പറഞ്ഞ് ഇവിടെ ഒരു ജൂനിയർ മാൻഡ്രേക്കിനെ കൊത്തുന്നു, അങ്ങനെ ഞാൻ കാണാൻ വന്നതാണ്. അടിപൊളി സംഭവമാണ് കേട്ടോ. അതെ, ഒരു മാൻഡ്രേക്ക്, ഈ ജൂനിയർ കുമ്പിൾ. അപ്പൊ കുമ്പിള അല്ല, കുമ്പിള്. പല സ്ഥലത്തും പേര്. ദിലീപിനോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ദിലീപേ നമ്മുടെ ഇത് ഓർഡർ കിട്ടിയത്? ഓർഡർ കിട്ടുന്നത് ദിലീപിന് ഈ ഓർഡർ കിട്ടുന്ന നമ്മുടെ വാർത്തകൾ കണ്ടിട്ടാണല്ലോ. നമ്മുടെ വാർത്തയൊക്കെ 1 മില്യൺ അടിക്കാൻ പോകുന്നുണ്ട്. നമ്മള് ദിലീപിന്റെ വാർത്ത നമ്മുടെ ഗ്രീൻ ഡിവിഷൻ ചാനൽ വഴി 1 മില്യൺ അടിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് വാർത്ത എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഫസ്റ്റ് വാർത്തയാണ് ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ കേറിപ്പോയ വാർത്ത. അത് കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത്. അപ്പൊ ഇതേ നമ്മൾ എങ്ങനെയാണ് ഓർഡർ, എവിടുന്നാണ് ഇത് ഓർഡർ? ഇത് കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, കണ്ണൂർ എന്നൊരു ചേട്ടൻ വിളിച്ചിട്ട് ഈ തെയ്യത്തിന്റെ ഒക്കെ ഗണേശൻ കിട്ടിയ ആടുന്ന ഒരാളാണ് പുള്ളിക്കാരൻ. 2 വട്ടം അവാർഡ് കിട്ടിയ ഒരാളാണ് പുള്ളിക്കാരൻ. ഇങ്ങനെ ഫോട്ടോ അയച്ചു എന്നിട്ട് പറഞ്ഞു മാൻഡ്രേക്കിന്റെ തല വേണം, അതിന് എത്രയാണ് ചാർജ് ഒക്കെ ചോദിച്ചു. പൈസ ഒക്കെ കുറച്ചാണ്, വലിയ പൈസ എമൗണ്ട് ഒന്നും. നമ്മൾ പെയിന്റ് ചെയ്യണം? പെയിന്റ് നമ്മൾ ചെയ്യണ്ട, പെയിന്റ് അവർ ചെയ്തോളൂ. ഈർക്കിളി ചതച്ചിട്ട് അത് വെച്ചിട്ടാണ് തെയ്യത്തിന് കോലം വരയ്ക്കുന്നത്. മുഖത്തിന് കോലം വരയ്ക്കുന്നതാണ് നാച്ചുറൽ കളറുകൾ ഉപയോഗിച്ചിട്ട്, പെയിന്റ് അല്ല, മരക്കരികളും കളറൊക്കെ ഉപയോഗിച്ചിട്ട്, കല്ലിന്റെ കളറൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കും. വേറൊരു കളറൊക്കെ ആക്കി എടുക്കും അവര്. നമ്മളിത് നമ്മളിത്തരം ചെയ്ത് ഫിനിഷാക്കി കൂടെ കൊറിയർ അയക്കും. ഇന്ന് കൊറിയർ അയക്കുന്ന സാധനം കൊറിയർ അയക്കും. അത് വല്ല വെയിറ്റ് ഉണ്ടല്ലോ കൊറിയർ, നമ്മൾ ചാർജ് ആവത്തില്ലേ? പിന്നെ 10 കിലോ ഉണ്ടല്ലേ? അപ്പൊ 10 കിലോ ഉള്ള ജൂനിയർ മാൻഡ്രേക്ക് അവിടെ പോയിട്ട് ഇച്ചിരി ഉണങ്ങി കഴിയുമ്പോ 8 കിലോ ആവും. എങ്കിൽ ഇത് തിരിച്ചിനി നമ്മുടെ അടുത്ത് തന്നെ വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ആ സിനിമ ജൂനിയർ മാൻഡ്രേക്ക് കണ്ടതുകൊണ്ട് അങ്ങനെ ഡൗട്ട് ഉണ്ട്. ജഗതിയുടെ പടത്തിൽ കാണിച്ചാണ് കായ് പോരുത്. കാട്ടിക്കൊണ്ട് കളയുന്നു, കടലിൽ കൊണ്ടുപോയി കളയുന്നു, ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി കളയുന്നു, അവസാനം ആക്രി കടക്കാരനെ കൊടുത്തു വിട്ടിട്ട് തിരിച്ച് ജഗതിയെ തിരിച്ച് മോഹൻലാലിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. അതാണ് കഥ. അപ്പൊ എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ദിലീപിന്റെ നേരത്തെ നമ്മൾ നല്ല അടിപൊളി സംഭവങ്ങളെ കാണിച്ചിട്ടുണ്ട്. എത്ര രൂപയ്ക്കൊക്കെ ഉണ്ട് വർക്കുകൾ? ഇതിപ്പോ ഒരു 10-12 രൂപയോളം വന്നിട്ടുണ്ട്. ഇത്രയും 2 ദിവസത്തെ 2 ദിവസം, ഒരു ദിവസം. ഇത് എന്റെ കൂട്ടുകാരനുണ്ട്, ചെറിയത്തുള്ളതാണ്, ശ്രീകുമാർ എന്ന പേര്. പുള്ളിക്കാരെ ഇതെല്ലാം റഫായിട്ട് അടിച്ച് രൂപമാക്കി തരും നമുക്ക്. സ്ട്രക്ചറാക്കി നമുക്ക് തരും. പുള്ളിക്കാരൻ നമ്മളോട് വർക്ക് ചെയ്യുന്ന ആളാണ് ശ്രീകുമാർ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഫൈനാൻസ് കോളേജിൽ. ഞാനും ഡ്രോയിങ് ഡിപ്ലോമക്കാരനാണ്, പടം വരാം. അതുപോലെ ഇതൊക്കെ എനിക്ക് കുറച്ച് പണിയൊക്കെ അറിയാം. ശ്രീകുമാർ ദിലീപിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. നല്ല കാര്യം. അവന് നല്ലൊരു ശില്പിയാണ്, നല്ല കഴിവുള്ള നല്ല വർക്ക് ചെയ്യും. കണ്ടിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ വിളിച്ച് വർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് സാധനമുണ്ട്. അപ്പൊ റഫാട്ട് അടിച്ചിരുന്നു, ഞാൻ അതിനെ ഫിനിഷിംഗ് എത്തിക്കണം, പാഴ്സലായി കൊടുക്കണം. അത്രേ ഉള്ളൂ. നമ്മള് അതോടെ നമ്മുടെ പരിപാടി ബാക്കി എല്ലാം അവര് അവിടെ കൊണ്ട് സെറ്റ് ചെയ്തോളും. കണ്ണെഴുത്തും പുരികമെഴുത്തും ചുണ്ടെഴുത്തും മുഖവരയും എല്ലാം. അപ്പൊ തെയ്യത്തിന്റെ വരാനുണ്ടല്ലോ, മനോഹരമായിരിക്കും. ഇതിനു മുമ്പ് ഒരു സാധനം എന്നെ കാണിച്ചായിരുന്നല്ലേ മൊബൈലിനകത്ത്? ഈ നമ്മളെ ഇടയ്ക്ക് ഒന്ന് കാണിക്കട്ടോ. ഈ തെയ്യത്തിന് ഈ മാൻഡ്രേക്കിന്റെ മുഖമുള്ള സാധനം പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, മുഖത്തൊക്കെ വരച്ച് നല്ല ഭംഗിയായിട്ടാണ്. ദിലീപ് നമ്മുടെ കൊല്ലത്തെ ഏറ്റവും നല്ലൊരു കലാകാരനാണ്, ശില്പി. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വർക്കുകളൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മുടെ റിസോർട്ടുകള്, ഹോട്ടലുകള്, പുതിയ വീടുകള്, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇന്ത്യയിലായിട്ട് ചെയ്യാൻ പറ്റിയ തടികൾ കൊണ്ട്, നിങ്ങളുടെ വീട്ടിലെ വേരുകൾ കൊണ്ട് നിങ്ങളുടെ ഡ്രോയിങ് റൂമിൽ വെക്കാൻ പറ്റുന്ന മനോഹരമായ ശില്പങ്ങളെല്ലാം എന്ത് കൊടുത്താലും ഇത് ശില്പമാക്കി തരും. ഇപ്പോൾ ഞാൻ നമ്പരൊക്കെ ഡിസ്ക്രിപ്ഷനിൽ തരും. അത് കണ്ടിട്ട് നിങ്ങൾ ദിലീപിനെ വീണ്ടും കോൺടാക്ട് ചെയ്യുക. ഞാൻ വീണ്ടും വന്ന് ദിലീപിന്റെ ഒരു ചെറിയ വീഡിയോ എന്നാണ് മഹാത്മാഗാന്ധി സൂപ്പറായിരുന്നു. അങ്ങനെയാണ് ദിലീപ് വൈറലാകുന്നത്. ഈ വീഡിയോ നിങ്ങൾ സ്കോർ ചെയ്യണം, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വിട്ട് ദിലീപിനെ പ്രൊമോട്ട് ചെയ്യണം. അപ്പാ നല്ല വെയിറ്റ് ആണല്ലോ. മൂക്കും കണ്ണും ചുണ്ടും വേണ്ട, നല്ല ഫിനിഷിംഗ് ആണ്. നല്ല മോഹൻലാൽ ചോദിക്കുന്നത് ഞാനൊരു ഉമ്മ തരട്ടെ, ഞാനൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നില്ല. പക്ഷെ ഈ മാൻഡ്രേക്ക് ദിലീപ് കൊടുത്ത് കണ്ണൂര് പോയി ലാസ്റ്റ് എന്തെങ്കിലും കറങ്ങിത്തിന് ഞാൻ എവിടെയെങ്കിലും ഈ മാൻഡ്രേക്കിനെ തന്നെ തിരിച്ച് കൊണ്ടുവരിട്ട് വരുമോ എന്ന് എനിക്കറിയില്ല. വരുമോ? ഇല്ല. ഈ മാൻഡ്രേക്കിനെ വെച്ചിട്ട് പറയാണ്, മാൻഡ്രേക്കിനെ സെക്ടറിൽ ദിലീപിൽ പുതിയൊരു ഷോപ്പ് തുടങ്ങണം. അപ്പോ ചടയമംഗലത്ത് ഈ കൊടുങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് അടിപൊളി ഒരു ഷോപ്പ് ഇടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് ദിലീപിന് ആഗ്രഹമുണ്ട്. 2-3 പേർക്ക് ജോലി കിട്ടും. അതായത് ഹാൻഡിക്രാഫ്റ്റ്സ് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ല വില കുറച്ച് നിങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കും. കാരണം നേരിട്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ബാങ്കുകാരൊക്കെ
ഈ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലോൺ കൊടുക്കാൻ മുദ്രാ ലോണൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ കൊടുത്ത് സഹായിക്കണം. അപ്പോൾ അതും കൂടി പറയാനാണ് വന്നത്. അപ്പോൾ ഇതേപോലെ ജൂനിയർ മാൻഡ്രേക്കുകളും വലിയ വലിയ വസ്തുക്കളൊക്കെ ഉണ്ടാക്കി ദിലീപ് ഫേമസ് ആണ്. അതുപോലെ ബാങ്കുകാരെ സഹായിക്കുക. നല്ലൊരു ചടയമംഗലത്ത് നല്ലൊരു ഹാൻഡിക്രാഫ്റ്റിന്റെ കട വരട്ടെ, എല്ലാവർക്കും ഉപയോഗപ്പെടും. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും വീണ്ടും ഒന്ന് പരിചയപ്പെടുത്തിയാണ് നമ്മുടെ ജൂനിയർ മാൻഡ്രേക്ക് മുഖേന. അപ്പോൾ കറങ്ങി തിരിഞ്ഞ് ലോൺ കിട്ടട്ടെ. ലോണിന് 2 ദിവസമായിട്ട് പറഞ്ഞത് 2 ദിവസം ചോദിച്ചതാ. ബാങ്കുകാരിൽ 2 ദിവസം ഞാൻ കറക്കി നമുക്ക് ലോൺ എടുക്കണം, നമുക്ക് ഹാൻഡിക്രാഫ്റ്റിന്റെ കട വർക്ക് ചെയ്യണം. അതിനുശേഷം അതൊന്നും കിട്ടാതെ വന്നപ്പോ ഞാൻ ദുബായിക്കുന്നു. അങ്ങനെ ദുബായിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നതാണ്. അപ്പം ദുബായിലേക്ക് തിരിച്ചു പോകേണ്ടതാണ്. അപ്പം ഒന്നുകൊണ്ട് ആവശ്യത്തിന്റെ അതും അമ്മയ്ക്ക് സുഖമില്ലായിരിക്കും, ഹോസ്പിറ്റൽ കാര്യങ്ങളും പേഴ്സണലായിട്ട് 1-2 കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട്. അപ്പോൾ ഗ്രീൻ ബ്യൂഷൻ ചാനൽ വഴി വീണ്ടും നമ്മൾ ദിലീപിനെ ഒന്നുകൂടി പരിചയപ്പെടുത്തിയാണ്. 3ാമത് വരുമ്പോൾ ഓണക്കിട്ട് നല്ല അടിപൊളി ഹാൻഡിക്രാഫ്റ്റിന്റെ കടയുടെ പരസ്യമൊക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത്. ഉറപ്പായിരിക്കും നമ്മുടെ മാൻഡ്രേക്കിനെ സാക്ഷി നിർത്തി ഇവിടെ പറയുകയാണ്, ലോൺ ശരിയാവും, കട ശരിയാവും, എല്ലാം സെറ്റാവും. ഓക്കെ, ബൈ ബൈ. എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വിട്ടോളി.